Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 14th chapter of the 7th class, that is pie chart. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചില ചാർട്ട് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡയഗ്രാംസും ബാർ ഗ്രാഫ് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുതിയതാണ് പൈ ചാർട്ട്. ഓക്കെ, ദ പിക്ചർ ബിലോ ഷോസ് ദ വോട്ട്സ് ഈച്ച് കാൻഡിഡേറ്റ് ഗോട്ട് ഇൻ എ സ്കൂൾ ഇലക്ഷൻ. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ് സ്കൂളിൻ്റെ ഇലക്ഷന് മൂന്ന് പേര് എന്താണ് ഇലക്ഷന് നിന്നു അല്ലെ. അപ്പൊ അവർക്ക് കിട്ടിയ വോട്ടിന്റെ എത്രമാത്രം വോട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഹിയർ ഗ്രീൻ കളർ, ദാറ്റ് ഈസ് ദ രമ്യ. ഹൂ വൺ ദ ഇലക്ഷൻ? ആരാ ജയിച്ചത്? മെജോറിറ്റി, ഈ സർക്കിളിന്റെ മെജോറിറ്റി ആർക്കാ കിട്ടിയിരിക്കുന്നത്? മെരിയ. സോ റൈറ്റ് ഹിയർ ആസ് മെരിയ. ഇനി അടുത്തത് എന്താ? വാട്ട് ഓൾ ഇൻഫോർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ? Maria got the first അല്ലേ. സെക്കൻഡ് ആർക്കാ? നസിയ. ആൻഡ് തേർഡ് വൺ ഈസ്, അപ്പൊ നമുക്ക് ഇവിടെ ഇത് എന്താ? സെക്കൻഡ് നസിയ, സെക്കൻഡ് നസിയക്കാണ്. പിന്നെ തേർഡ് ആർക്കാ കിട്ടിയത്? നസിയ. തേർഡ് ആർക്കാണ്? രമ്യ. സോ തേർഡ് ഹിയർ, റൈറ്റ് ഹിയർ ആസ് രമ്യ. ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്? ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഷോയിങ് വേരിയസ് എക്സ്പെൻസസ് അറ്റ് ഫാത്തിമാസ് ഹൗസ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ മെജോറിറ്റി ഷെയ്ഡ് ഏതിനാണുള്ളത്? മെരിയക്കാണുള്ളത്. സെക്കൻഡ് വന്ന് രമ്യ, ആൻഡ് തേർഡ് ഇറ്റ് ഈസ് സെക്കൻഡ് നസിയ, ആൻഡ് തേർഡ് ഇറ്റ് ഈസ് രമ്യ. ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് അല്ലേ, വീട്ടു ചെലവുകൾ. ഓക്കെ, ഫുഡ്, ഡ്രസ്സ്, ചാരിറ്റി, എഡ്യൂക്കേഷൻ, അതേഴ്സ്. അപ്പൊ ഇതിൽ ഫുഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാ? ഈ കളറാണ് ഫുഡിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ റൈറ്റ് ഹിയർ ആസ് എഫ്. ചാരിറ്റിയോ? ചാരിറ്റി ഡ്രസ് ഇതാണ് അല്ലെ, ഡി. അപ്പൊ നമുക്ക് എഴുതാം, ഡി എന്ന് എഴുതാം. പിന്നെ എഡ്യൂക്കേഷൻ, അതേഴ്സ്, ഓരോന്നിനും തന്നിട്ടുണ്ട് അല്ലെ. ദ ഡാർക്ക് ബ്ലൂ കളർ ഇറ്റ് ഈസ് ഫോർ ഫുഡ്, ലൈറ്റ് ഗ്രീൻ കളർ ഇറ്റ് ഈസ് ഡ്രസ്, ചാരിറ്റി, എഡ്യൂക്കേഷൻ, അതേഴ്സ്. ഫോർ വാട്ട് ഈസ് ദ മോസ്റ്റ് എമൗണ്ട് സ്പെൻഡ്? അപ്പൊ ഇതിൽ നോക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഏതിനാ സ്പെൻഡ് ചെയ്തിരിക്കണത്? ദിസ് ബ്ലൂ കളേഴ്സ്, അതേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് അതേഴ്സ്. പിന്നെ ലീസ്റ്റ് എമൗണ്ടോ? ലീസ്റ്റ് എമൗണ്ട് ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദിസ് കളർ, ദാറ്റ് ഈസ് ഫോർ എഡ്യൂക്കേഷൻ. പിന്നെ ഫോർ വാട്ട് ഓൾ ദ എമൗണ്ട് ദ സെയിം എമൗണ്ട് സ്പെൻഡ്? ഫോർ വാട്ട് ഓൾ ദ സെയിം എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുമ്പോൾ സെയിം എമൗണ്ട് ഏതിനൊക്കെയാണ് സ്പെൻഡ് ചെയ്ത? ചാരിറ്റി, ഫുഡ്. ഓക്കെ, ചാരിറ്റി ആൻഡ് ഫുഡ്. Charity and food. How do we know the same amount is spent for this? Because the extent of coloring the graph അല്ലെ, extent of coloring എത്രമാത്രം കളർ ചെയ്തു എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് extent of coloring. we can write അല്ലെ. കളർ ചെയ്യണതിന്റെ തോതനുസരിച്ച് നമുക്ക് അതിൽ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് എന്താ? അടുത്ത പേജില് വാട്ട് മോർ ഡു വി ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നമുക്കിപ്പോൾ ഇതെല്ലാം മനസ്സിലായി. ഫുഡിന് വേണ്ടിയിട്ട് എത്ര, ഡ്രസ്, ചാരിറ്റി, ഇതിനൊക്കെ എത്ര എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആ പിക്ചറിൽ നിന്നും മനസ്സിലാക്കി. പിക്ചർ ലൈക്ക് ദിസ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ ആസ് പാർട്ട് ഓഫ് എ ഒരു സർക്കിളിനെ നമ്മൾ വേരിയസ് പാർട്സ് ആക്കിയിട്ട് പല ഇൻഫർമേഷനും നമ്മൾ ഗീവ് ചെയ്യണതിനെയാണ് പൈ ചാർട്ട് എന്ന് പറയുക. ഓക്യുപ്പേഷൻ, ദ പൈ ചാർട്ട് ബിലോ ഷോസ് ദ വേരിയസ് ഓക്യുപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എ പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലെ ആൾക്കാരുടെ പല ജോലികളുമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പോർഷൻ കാണിക്കുന്നത് ഏതാ? ഫാർമേഴ്സ്, ദിസ് വൺ ട്രേഡേഴ്സ്, ലേബറേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ് ഹിയർ, ദെൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് അതേഴ്സ്. വാട്ട് ഈസ് ഓക്യുപ്പേഷൻ ഓഫ് മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കളറിങ് ഏത് സൈഡിലേക്കാണ് ഉള്ളത്? ലേബറേഴ്സിനാണ് കൂടുതലായിട്ട് ഇവിടെ വർക്ക് ചെയ്യണത് അല്ലെ. ലേബറേഴ്സ്. ഓക്കെ, റഫ്ലി ഹൗ മെനി ടൈംസ് ദ നമ്പർ ഓഫ് ഫാർമേഴ്സ് ദ നമ്പർ ഓഫ് ലേബറേഴ്സ്? ഇപ്പൊ നമ്പർ ഓഫ് ലേബറേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്, ഫാമേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. സോ ഹൗ മെനി ടൈംസ് മീൻസ് വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് ഇരട്ടി കാണുന്നുണ്ട് അല്ലെ. സോ 2 times. റഫ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടറി വർക്കേഴ്സ്? ഫാക്ടറി വർക്കേഴ്സ് ഏതാണ്? ഇത് കളറിംഗ് അല്ലെ. റഫ്ലി ഇറ്റ് ഈസ് 3 times. Arrange the occupation in the order of the number of people in each.
Order of number of people each എന്ന് പറയുമ്പോൾ laborers are first വരുന്നത്. Laborers. പിന്നെ ആരാ? Then next it is the factory workers and farmers. So we can write here as factory workers. പിന്നെ ആരാ? Farmers. Factory workers, farmers. പിന്നെ next coming it is government employees, traders. Okay, government employees. Then next it is traders. Then coming to the next page, agriculture. The pie chart below shows how the total farmland in a panchayat is used for various crops. അപ്പോൾ ഈ ഒരു സർക്കിൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു പഞ്ചായത്തിലെ കൃഷിഭൂമിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേരിയസ് പാർട്സ് ആക്കിയിട്ടുണ്ട്. The major parts it is showing what? Other cultivations. Okay, here this blue color shows rubber and red one it is plantain, വാഴ. പിന്നെ എന്താണ്? ലൈറ്റ് ഗ്രീൻ ടാപ്പിയോക്ക, കപ്പ, then coconut, rice, vegetables like that and others. അല്ലേ? For which is the least land used? ഏറ്റവും കുറവ് യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? It is for rice. You can write here as rice. For which is the most land used? Most of the land it is used for what? Others. Roughly what fraction of the land, total land it is used for vegetables? Roughly for vegetables 1/4 of the land it is being used. 1/4 land. Let's draw. It was decided to have vegetable garden in the school. അപ്പോൾ സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കിയാണ് അല്ലേ? Amaranth in half the plot, beans and brinjal in equal parts of the other half. Let's draw a pie chart showing this. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു pie chart. Pie chart means what? A circle. Half plot it is for amaranthus. അപ്പോൾ നമ്മൾ ഒരു ഇത് വരച്ചു അല്ലേ? Pie chart. This is the pie chart. Here what is it is showing? Half the plot it is for amaranthus. അപ്പോൾ ചീരയ്ക്കാണ് ഏറ്റവും പകുതിയോളം പ്ലോട്ട് അല്ലേ? അപ്പോൾ this half portion it is for amaranthus. Then we can write here as amaranthus. Then beans and brinjal is equal parts of the other half. Beans and brinjal. So BA for one and brinjal for the next. ഇനി അടുത്ത പേജിൽ how do we show this in our picture? How do we mark half the circle? Now to show the parts for beans and brinjal, one half of the circle must be halved again. ഒരു പോർഷൻ എന്താണ്? പിന്നെയും ഹാഫ് ആക്കണം. Okay, can't you do it? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? Also color each part of that and tell these parts. കളർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് കൂടിയിട്ട് പറയണം. So if you are coloring for this part, the green show for what? Beans. Okay, green showing beans. So we can write here as beans. പിന്നെന്താ? Green it is showing beans. We can write here as beans. Then next, violet color it is for showing brinjal. Violet is showing brinjal. അപ്പോൾ brinjal. Okay. Now to show the parts of the beans and brinjal, one half of the circle must be halved again. Travel map. There are 40 students in a class 7A of a school. അപ്പോൾ ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 7Aയിൽ 40 students ഉണ്ട്. 20 of them come in school bus. 5 of them walk and 5 ride bicycles to school. Let's draw a pie chart showing this. അപ്പോൾ നമ്മൾ ഒരു pie chart വരയ്ക്കുകയാണ്. Okay. This is the pie chart to show that. അപ്പോൾ നമ്മൾ pie chart വരച്ചു. അപ്പോൾ എന്താ? 40 students in a class A, 20 of them school bus, 5 of them walk and 5 ride bicycles. 40
It is 20, 25, 30. What fraction of the children take the school bus? Let's draw a pie chart. We can mark in a circle as before. What fraction of children ride bicycles? How do we mark 1/8 of the circle? The angle should be draw for this angle drawn. It is 45 degree. Okay, 45 degree. Then that is on foot. On foot it is the green color, bicycle or red color, school bus or the blue color. Remaining part of the circle shows the number of children who walked to school. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഷോ ചെയ്യുന്നത് എന്താണ്? നടന്നുകൊണ്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളാണ് അല്ലേ? What fraction of the circle is this? How much degrees is its angle? So here it may be how much degree? It is 180 degree. ഏത്? That is coming on the school bus it is 180 degree and coming on the foot it is found to be more than 120 degree. It is its angles. അത് അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? School clubs. In a school there are 100 students in class 7 and each one is a member of some club. ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഓരോരുത്തരും ആ ഇതിലെ മെമ്പർ ആണ് അല്ലേ? ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ വേരിയസ് ക്ലബ്ബ്. മാത്സിൽ 30 ഉണ്ട്, സയൻസിൽ 20, സോഷ്യൽ സയൻസിൽ 25, ഇംഗ്ലീഷിൽ 10 and വിദ്യാരംഗം 15. We want to draw a pie chart of this. What all fraction of the circle should we need to? അപ്പോൾ ഏതൊക്കെ ഫ്രാക്ഷൻസ് ആണ് ആ സർക്കിളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതുകൂടെ കൺസിഡർ ചെയ്യണം. 100 സ്റ്റുഡൻസ് ആണ് ഓൾ ടുഗദർ ഉള്ളത്. മാത്സ് ക്ലബ്ബിൽ എത്രയുണ്ട്? 30 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 30/100 ഓഫ് ദ സർക്കിൾ ആണ് നമ്മൾ കാണിക്കേണ്ടത്. വാട്ട് ആംഗിൾ ഷുഡ് വി ഡ്രോ? അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാ? 360 ഡിഗ്രി. ദാറ്റ് ഈസ് ഇൻറ്റു 30/100. 0 0 ക്യാൻസൽ ആവും. 10ഉം 3ഉം എത്ര ടൈംസ് പോകും എന്നുള്ളത് നോക്കണം അല്ലേ? അപ്പോൾ 10ഉം 36 ആകുമ്പോൾ ഇവിടെ 5. ഹിയർ കംസ് ഹൗ മച്ച്? 18. അപ്പോൾ 108 ഡിഗ്രി. 108 ഡിഗ്രിയാ. ഓക്കെ, അപ്പോൾ സയൻസിൻ്റെ നമ്മൾ അതുപോലെ കണ്ടുപിടിച്ചു. 360 ഇൻറ്റു ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? സയൻസിൽ എത്രയാ? 20 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 30യുടെയും കണ്ടു, 20യുടെയും കണ്ടു. ആൻഡ് സോഷ്യൽ സയൻസ് ഇറ്റ് ഈസ് 25. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 360 ഇൻറ്റു 25/100. അപ്പോൾ 360 ഇൻറ്റു 25/100 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 25ഉം 100ഉം 4 ടൈംസ് താഴെയാണ് 4 എന്ന് എഴുതുക അല്ലേ? ഈ 4ഉം 36ഉം എത്രയാ? 90 ടൈംസ്. സോ വാട്ട് വിൽ റൈറ്റ് ഹിയർ? വിൽ റൈറ്റ് ഹിയർ ആസ് 90 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ 360 ഇൻറ്റു 25/100. ഓക്കെ, ഇനി അടുത്ത ഏതാ? ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് 10. സോ ഹിയർ 360 ഇൻറ്റു 10/100. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴോ 10/100 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 360/10 അല്ലേ? അത് എത്ര വരിക? 360. ഈ ഒരു 0 ക്യാൻസൽ ആവും. അപ്പോൾ 360/10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. മനസ്സിലായോ? 10/100 പറയുമ്പോൾ ആ 0 ക്യാൻസൽ ആവും. അപ്പോൾ 360/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 36. ഇനി അടുത്തത് ഏതാ? വിദ്യാരംഗം 15. സോ റൈറ്റ് ഹിയർ ആസ് 360 ഇൻറ്റു 15/100. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. 360 ഇൻറ്റു 15/100. അപ്പോൾ 15ഉം 100 എത്ര ടൈംസ് പോകും എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യണം. 15ൽ 3 ടൈംസ് 5 ആവുമ്പോൾ, 20 ആവുമ്പോഴോ? 20 ആവുമ്പോൾ 100 അല്ലേ? 5ൽ 20. ഈ 20ഉം 360 എന്ന് പറയുമ്പോൾ 180. 0. അപ്പോൾ ഇവിടെ എത്രയായി? 10. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 18 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് 18. നൗ ഡ്രോ ദ പിക്ചർ ഓഫ് ദ പൈ ചാർട്ട്. അപ്പോൾ ആ പൈ ചാർട്ടിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഏറ്റവും മെജോറിറ്റി ഏതിനാണ് ഉള്ളത്? സോഷ്യൽ സയൻസ്, ദാറ്റ് ഈസ് ഗ്രീൻ കളർ. പിന്നെ മാത്സ് ക്ലബ് ഓൾറെഡി വി ആർ ഡ്രോ. ഇത് 108 ആണ്.
ഈ ബ്ലൂ കളർ എന്നുള്ളത്. റെഡ് സയൻസ്, ഗ്രീൻ കളർ സോഷ്യൽ, വിദ്യാരംഗം that is how much 18 and English is 36. Grade chart in a class 7 of a school. Class 7 എന്താണ് 25% got A grade, 45% got B grade and 20% got C and the remaining D. Let's draw a pie chart for this. Let's compute the fraction of circles to show who got different grades. അപ്പോൾ 25% എന്ത് കിട്ടി? A grade കിട്ടി അല്ലേ? We must use 25% of the circle to show this. അപ്പോൾ 360 into 25 by 100 ചെയ്യണം. 25 100 4 times പോവും. 90% നമുക്ക് കിട്ടും അല്ലേ? ഈ 40% got B grade എന്ന് പറയുമ്പോൾ ആംഗിൾ എത്രയാവും? 360 into 40 by 100. 45 by 100. അപ്പോൾ എത്രയാ? 162 എന്ന് കിട്ടും. Can't you compute the angles to show who got C and D? Draw the pie chart. അപ്പോൾ C and D എന്ന് പറയുന്നത് ഇവിടെ എത്ര ആംഗിൾസിലേക്ക് കാണിക്കുന്നത്? C and D it is remaining got C and remaining D. ബാക്കിയുള്ളത് സിയും ഡിയും എന്നാണ് പറയുന്നത് അല്ലേ? Now draw pie chart of the following. The final match of the school cricket tournament between Ramanujan House and CV Raman House. The details of the scores. അപ്പോൾ സ്കോറുകളും തന്നിട്ടുണ്ട്. രണ്ട് ഹൗസിന്റെ പേരും CV Raman and Ramanujan സ്കോർ. അതിൽ ബാറ്റ്സ്മാനും റണ്ണും തന്നിട്ടുണ്ട്. ബാറ്റ്സ്മാനും റണ്ണും അത് നമുക്ക് അതിൽ പൈ ചാർട്ടിൽ ഡ്രോ ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, ഡ്രോ എ പൈ ചാർട്ട് ഓഫ് ദ ഫോളോയിങ്. CV Raman, draw a pie chart. The details of the scores are given below. Okay, so what we have to draw here, it is a pie chart which is showing the scores. അപ്പോൾ ഇവിടെ ഒരു ഇതാണെങ്കിൽ ഏറ്റവും മേജർ സ്കോർസ് ആർക്കാ കിട്ടിയ? ജിഷ്ണുവിനാണ് കിട്ടിയത്. അപ്പോൾ ജിഷ്ണു ഇറ്റ് ഈസ് ഹാവിങ് this much score 56. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടിയത് ആർക്കാ? അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു ചാർട്ട് തയ്യാറാക്കാൻ അല്ലേ? അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ബാർ ഗ്രാഫിംഗ് അല്ലേ? എന്തൊക്കെയാ അതിൽ ഷോ ചെയ്യണം? ബാറ്റ്സ്മാന് അവർ സ്കോർ ചെയ്ത റൺസ്. അപ്പോൾ ഒരു 2 പൈ ചാർട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ? പൈ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ മാക്സിമം സ്കോർ ചെയ്ത ആരാണ്? ജിഷ്ണു ആണ്. അപ്പോൾ ഫ്രം സെന്റർ അല്ലേ? സെന്റർ എന്ന ജിഷ്ണുവിലേക്കുള്ള പോയിന്റ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് സെന്ററിൽ നിന്ന് ജിഷ്ണു സ്കോർ ചെയ്തത് എത്രയാണെന്നുള്ളത് 56. അപ്പൊ എന്താ? പകുതിനെ കാട്ടിയും കൂടുതലാണ് അല്ലെ? പകുതിനെ കാട്ടിയും കൂടുതൽ തന്നെയാണ് ജിഷ്ണു സ്കോർ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ് അല്ലേ? പിന്നെ ആരാ? അബിൻ. അപ്പൊ ഇത് അബിൻ കാണിക്കാം. സച്ചു ഏറ്റവും കുറവാണ് സച്ചു. അപ്പൊ ചെറിയ ഇത് അല്ലെ? 7 പിന്നെ 21, രണ്ടും 21 അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പൊ ഓരോരുത്തരുടെ പേര് ജിഷ്ണു വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് ജെ, പിന്നെ അബിൻ ആണെങ്കിൽ എ അല്ലേ? പിന്നെ ആരാ? അജ്മലും അതേഴ്സും ആണ് ഒരേ സ്കോർ. അപ്പൊ എ ജെ അതേഴ്സും ഒരേ സ്കോർ. പിന്നെ 7 കിട്ടിയത് ആർക്കാ? സച്ചുവിന്. അത് ഇവിടെ വരയ്ക്കാം. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് അനന്തുവിനാണ് മെജോറിറ്റി കിട്ടിയത്. അപ്പൊ അനന്തു യു ക്യാൻ ഡ്രോ. പിന്നെ അഭിലാഷ് 18. അഭിലാഷും അതേഴ്സും 18 എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും തുല്യമായിട്ട് ഇങ്ങനെ എടുക്കാം അല്ലേ? തൗഫീഖ് 36. തൗഫീഖ് 36. അപ്പൊ റെസ്റ്റ് ബാക്കിയുള്ളത് ആർക്ക് തന്നെയാണ്? അനന്തുവിനാണ് ബാക്കിയുള്ളത്. അനന്തു എഴുതാം ഇവിടെ. തൗഫീഖ് ഹിയ, അഭിലാഷ് ഹിയ, അതേഴ്സ് ഇത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ 2 പൈ ചാർട്ട് വരച്ചു. There are 1600 books in a school library classified as shown below. പിന്നെന്താ? ഷോർട്ട് സ്റ്റോറി, പോയട്രി, നോവൽ, സയൻസ് ആൻഡ് ബയോഗ്രഫി. Draw a pie chart show this. In a survey, the number of students who are like different kinds of book were found as follows. But compare the pie chart. Are books bought according to the preference of the students? Collect various photographs, bar graph and pie charts അല്ലേ? അപ്പൊ ഈ ഒരു പൈ ചാർട്ട് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ബുക്സിനെ പറ്റിയുള്ള പൈ ചാർട്ടാണ്. അപ്പൊ ഒരു സർക്കിൾ വരച്ചു അല്ലേ? സർക്കിൾ വരച്ചിട്ട് അതിൽ ഷോർട്ട് സ്റ്റോറി എത്രയാണ്? സയൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? ഏറ്റവും കുറവ് ആദ്യം വരയ്ക്കാം. ബയോഗ്രഫി. ഇതൊരു സർക്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബയോഗ്രഫി എന്ന് പറയുന്നത് ഇത്രയും ഭാഗം
ഓക്കെ, പിന്നെ സയൻസ് ആണ് ഇത്ര ഭാഗം. പിന്നെ ഏതാ? നോവൽ, പോയട്രി. നോവല്, പോയട്രി. ഓക്കെ, അപ്പൊ ഷോർട്ട് സ്റ്റോറി നമ്മൾ ഇത് ഉണ്ടെങ്കിൽ സയൻസ് ആണ് ഇത് എടുത്തത് അല്ലെ, SC. ഓക്കെ, ബയോഗ്രഫി ഇത്. പിന്നെ നോവല്, നോവൽ ഹിയർ. Then poetry, short story. ഓക്കെ, ഇതുപോലെ നമ്മൾ മറ്റേതും വരയ്ക്കണം. ഏതാ? സ്റ്റുഡൻസ് ഹൂ ലൈക്ക് ദിസ്. സ്റ്റുഡൻസ് ഹൂ ലൈക്ക് ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ഷോർട്ട് സ്റ്റോറി അല്ലേ, ഒരു സർക്കിൾ ഇതാക്കി അതിൽ ഷോർട്ട് സ്റ്റോറി മാർക്ക് ചെയ്തു. അതെത്രയാ? ഷോർട്ട് സ്റ്റോറിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം കുറവുള്ളത് മാർക്ക് ചെയ്യാം. ബയോഗ്രഫിയാണ് ഏറ്റവും കുറവ്, അപ്പോൾ അത് നമ്മൾക്ക് മാർക്ക് ചെയ്യാം. ഹിയർ ദ ബയോഗ്രഫി. പിന്നെ എത്രയാ? നോവൽ, പോയട്രി. അപ്പോൾ നോവൽ ഇത് വരയ്ക്കാം, ബയോഗ്രഫി, നോവല്, പോയട്രി, അല്ലേ? നോവല്, പോയട്രി, സയൻസ്, ഷോർട്ട് സ്റ്റോറി. ഓക്കെ, ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇതാണ് നമ്മൾ പൈഗ്രാഫ് വരച്ചത് അല്ലേ. The subject it is this chapter is compared to be smaller compared to other chapter. So this finished our chapter. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റാസ് വരുമ്പോൾ അത് എഴുതിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൂടി സൈഡിൽ നമ്മൾ എഴുതണം. That's all about this chapter. If you understood, please do like, share and subscribe my channel. Okay, thank you.